വലിയ നഗരങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മുടെ ലണ്ടനും മുംബൈയും പാരീസും ഡൽഹിയും ഒക്കെ കാണുമ്പം ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എങ്ങനെ നടക്കുന്നത്, ഇതിന്റെ ഓരോ ബിൽഡിങ്സ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നടക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആ എസ്തെറ്റിക്സും ആ വ്യൂവും ഒക്കെ എങ്ങനെ വരുന്നത് എന്നുള്ളത്? ഇത് ആക്ച്വലി ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരെ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെ അർബൻ സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. അതായത് സിറ്റിയുടെ ഒക്കെ ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെ സിറ്റിയിൽ ജീവിക്കാം അല്ലെങ്കിൽ സിറ്റി എന്ന ആ ഒരു എസ്തെറ്റിക്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഒന്നുമല്ല. കുറച്ചൊക്കെ എസ്തെറ്റിക് സ്കിൽസ് ഒക്കെ ഉള്ളവർക്കും കുറച്ചൊക്കെ സിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അർബൻ പ്ലാനിംഗ് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അർബൻ പ്ലാനിങ്ങിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് മെയിനായിട്ട് അർബൻ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പും നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും, അതായത് ടെലി കമ്മ്യൂണിക്കേഷനും എയർനെറ്റ് നെറ്റ്വർക്കിങ്ങും ഇതൊക്കെ മാനേജ് ചെയ്യുക. അതായത് നമ്മുടെ അർബൻ ഏരിയനെ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആക്കി മാറ്റുക, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് അർബൻ പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് മാനേജ്മെൻറ്റ് ആട്ടോ. കാരണം ഒരു ലാൻഡ്സ്കേപ്പിന് ഒരു അർബൻ സിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളത്തിൽ വരുന്നുണ്ട്. പാർക്സ് വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, ഹൗസസ് വരുന്നുണ്ട്, ഫ്ലാറ്റ്സ് വരുന്നുണ്ട്, അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്, കമ്പനീസ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കോർപ്പറേറ്റ് സെക്ടേഴ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഏരിയാസും ഓരോ കാര്യത്തിനും വേണം താനും. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഓരോ ഏരിയനെ കൺസ്ട്രക്ട് ചെയ്യുക, ഓരോ ഏരിയനെ സെപ്പറേറ്റ് ചെയ്യാം, ഏത് ഏരിയയിലായിരിക്കും എന്ത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കുക. അതും അർബൻ പ്ലാനിങ്ങിൽ വരുന്ന മെയിനായിട്ടുള്ള കാറ്റഗറിയാണ്. പിന്നെ നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ, തിരക്കേറിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റും ട്രാഫിക് മാനേജ്മെൻറ്റും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എല്ലാം ചിന്തിച്ചിട്ടുണ്ട് ഇവരെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്ന? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ഇത് കൺജസ്റ്റഡ് അല്ലാതെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? കാരണം സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വണ്ടിയായിരിക്കും, നമ്മൾ എങ്ങോട്ടേക്ക് നോക്കിയാലും വണ്ടിയായിരിക്കും. അതിൻ്റെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്രൗഡായിരിക്കും, നല്ല അലമ്പായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ ഇത് ആദ്യമേ വരുന്നുണ്ട്. ഈ അർബൻ പ്ലാനിങ്ങിൻ്റെ കൺസ്ട്രക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ബാക്കി മാനേജ്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ തൊട്ട് മാനേജ്മെന്റ് വരെ എങ്ങനെ ട്രാഫിക് മൊബിലൈസേഷൻ കുറയ്ക്കാം അല്ലെങ്കിൽ ട്രാഫിക് മാനേജ്മെന്റ് ഇൻക്രീസ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് അർബൻ പ്ലാനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഒരു സെനാരിയോ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ സെനാരിയോ ഏതൊരു ഇമ്പാക്റ്റിലേക്കാണ് പോകുന്നത്. അതായത് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ വാർമിംഗ് ആണെന്നുണ്ടെങ്കിലും കാർബൺ ഡയോക്സൈഡിന്റെ ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരുന്നത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ എസ്തെറ്റിക്സിനും നമുക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാനും അത് ഭയങ്കര എസെൻഷ്യൽ ആണ്. നമുക്ക് ഫുൾ അർബൻ ആണ്, ഒട്ടും ഗ്രീനറി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അർബൻ പ്ലാനിങ്ങിൽ മറ്റൊരു കാര്യം ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഗ്രീൻ സ്പേസസ് കൊണ്ടുവരാം അല്ലെങ്കിൽ എത്രത്തോളം എനർജി എഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാം. കുറച്ചുകൂടി വാട്ടർ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും എയർ പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ടാക്കിൾ ചെയ്യാം, പൊല്യൂഷനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെ പഠിപ്പിക്കാനായിട്ടാണ് അർബൻ പ്ലാനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അർബൻ പ്ലാനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി എങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റിയും ഇൻക്ലൂഡ് ചെയ്യലും. ഒരു അർബൻ സ്പേസ് എന്ന് പറയുമ്പം പല പല കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റീസിനെ എങ്ങനെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് സോഷ്യൽ അമ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം, സോഷ്യൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇക്വാലിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതും അർബൻ പ്ലാനിങ്ങിൽ ഫോക്കസ്ഡ് ആണ്. കാരണം ഒരു അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ ഓൾത്തോ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് വൈഡ് വെറൈറ്റി ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ദിസ് അർബൻ ഏരിയ അല്ലേ? അപ്പോൾ അവരെ എല്ലാവരെയും ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളും അർബൻ പ്ലാനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അർബൻ പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ കോഴ്സ് വളരെ വിരളാട്ടോ, ഭയങ്കര കുറവാണ് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ത്യയിൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം നമുക്ക് സിറ്റീസ് ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. അതാണ് ഹാർഷ് റിയാലിറ്റി ടു ബി വെരി ഫ്രാങ്ക്. പക്ഷേ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ +2 മിനിമം 50% കൂടി പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരെ. പക്ഷേ ഇന്ത്യയിൽ ഇത് എത്രമാത്രം അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം എസ്തെറ്റിക്സ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും, എത്രത്തോളം കൺസ്ട്രക്ഷണലായിട്ട് ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഭയങ്കര കുറവായിരിക്കും. ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, നിങ്ങൾക്ക് കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രയോജനം ഉണ്ടാവും. ഒരു സിറ്റി ഷേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് എത്രത്തോളം ഹെക്റ്റിക്കാണ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സിലബസിലേക്ക് വരുമ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഇപ്പോൾ അർബൻ പ്ലാനിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു എറ്റേണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ മാത്രം ഇൻക്ലൂഡഡ് ആവുന്ന കാര്യമല്ല, ഒരു സെഞ്ചുറീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ലൊരു കാലത്തോളം ഇത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അർബൻ പ്ലാനിങ്ങിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിലബസ് എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് അർബൻ പ്ലാനിംഗ് പ്രാക്ടീസസ് ആൻഡ് പ്രിൻസിപ്പൾസ്.
അതായത് അർബൻ പ്ലാനിങ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ ഷേപ്പിംഗ് എന്താണ്, അതിൻ്റെ ഷേപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് എന്താണ്, എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് അർബൻ പ്ലാനിങ് എന്നൊക്കെ പഠിപ്പിക്കുന്ന സിലബസ് ആണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി അർബൻ പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിലബസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി റിലേറ്റഡ് ആയിട്ടാണ്. കാരണം എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്, ഒരു ട്രാഫിക് ഇല്ലാതെ അല്ലെങ്കിൽ ട്രാഫിക് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ പല ട്രാൻസ്പോർട്ടേഷൻ പല മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാഫിക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതാണ് ആ കോഴ്സ് എന്ന് പറയുന്നത്, ആ സിലബസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു urban ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി സെനാരിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര എസെൻഷ്യലാണ്. മാൻമെയ്ഡ് നാച്ചുറൽ ആയിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് മാൻമെയ്ഡ് ആയിട്ട് സെനാരിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് മാൻമെയ്ഡ് ആയിട്ട് നാച്ചുറലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കണമെന്നില്ല, ഇറ്റ് ടേക്സ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. പക്ഷേ മാൻമെയ്ഡ് ആയിട്ട് എങ്ങനെ അങ്ങനത്തെ സെനാരിയോസ് ക്രിയേറ്റ് ചെയ്യും, ഇവൻ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെനാരിയോസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അവിടെ കൂടുതലും പല പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വാട്ടർ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി, ഇതൊക്കെ നിങ്ങളുടെ ടോപ്പിക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ആണ്. ജോബ് പ്രൊഫൈൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ചില ജോബ് പ്രൊഫൈൽസ് എന്ന് പറയുന്നത് അർബൻ പ്ലാനർ, എൻവയോൺമെൻറ്റൽ പ്ലാനർ, ലാൻഡ്സ്കേപ്പ് പ്ലാനർ, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ, ഇതൊക്കെയാണ്. നമ്മൾ ഓൾറെഡി ഇതെന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു. നമുക്ക് ആദ്യം തൊട്ടേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ട്രാൻസ്പോർട്ടേഷനെയും എൻവയോൺമെൻറ്റിനെയും കുറിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഓൾറെഡി എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു മറ്റൊരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് പ്ലാനർ എന്നാണ്. അതായത് ഹൗസ് ഹോൾഡ് പ്ലാനർ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മളൊരു അർബൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല പല കമ്മ്യൂണിറ്റീസ് ഉണ്ടാകും, പല പല ആൾക്കാരുണ്ട്, പല പല ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഉള്ള, സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സ് ഉണ്ടാക്കുക, അവരുടെ പോളിസീസും കോൾസിനും ഇംപ്ലിമെൻറ്റ് കൊടുക്കുക, അവർക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹൗസ് ഹോൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം, അവർക്കും അവിടെ താമസിക്കാൻ ഒരു അവസരവും അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ കൾച്ചറിനെയും അവരുടെ സോഷ്യൽ ആസ്പെക്ട്സിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റീനും റെസ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹൗസ് ഹോൾഡ് പ്ലാനേഴ്സായിട്ടും കമ്മ്യൂണിറ്റി പ്ലാനേഴ്സായിട്ടും ഒക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് എഗെയിൻ ഇന്ത്യയിൽ ഈ കോഴ്സ് ഭയങ്കര കുറവാണ്, ഇന്ത്യക്ക് പുറത്താണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കോഴ്സുകൾക്ക് പോകുമ്പം കൂടുതൽ റെഫർ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോകുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Sosha saying bye. Toodles, love you.